ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ചന്ദ്ര നേരെ ഭാമയെ വിളിക്കുകയാണ്. ഭാമേ, ഇന്നിവിടെ ഒരു വിശേഷമുണ്ട് ഭാമേ. എന്താ ചന്ദ്രേ, എന്താ വിശേഷം? അതെ, അമ്മയുടെ പിറന്നാൾ ആഘോഷമാണെന്നേ, അതാണ് വിശേഷം. അയ്യോടാ, അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് നിന്നെ അവരിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയോ? നിന്നോട് സകല ജോലികളും ചെയ്യാൻ പറഞ്ഞോ? കഷ്ടമുണ്ടല്ലോ ചന്ദ്രേ, ഒന്ന് പോ ഭാമേ. എന്നോട് ഒരു ജോലിയും ചെയ്യാൻ പറഞ്ഞില്ല. അതൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത്. പിന്നെ എന്ത് പറയാനാ? അതെ, ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുകയാണ്. ഗിഫ്റ്റോ? നീയോ? നീ എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ? നീ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കോ ചന്ദ്രേ? എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ചന്ദ്രേ ഒക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കൊടുക്കണം ഗിഫ്റ്റ്. അമ്മക്കേ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദേ അമ്മ ഗിഫ്റ്റ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. പിറന്നാൾ അമ്മയുടെ അല്ലേ, അപ്പോൾ അമ്മയ്ക്ക് നമ്മളല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? അങ്ങനെയൊന്നുമല്ല, ഇവിടെ അമ്മ നമുക്ക് ഗിഫ്റ്റ് തരും. പക്ഷേ അമ്മയ്ക്ക് മനസ്സിന് ആഗ്രഹിച്ച അതേപോലെ മനസ്സിന് സന്തോഷം തരുന്നൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണം. എന്നാലേ അമ്മ വലിയ സർപ്രൈസ് നമുക്ക് തരത്തുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ, നീ അങ്ങനെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോഴേക്കും ഞാനൊരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. നീ എന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനോ? പിന്നെ വേറെ പണിയൊന്നുമില്ല. എൻ്റെ കയ്യിലെ പൈസയും കളഞ്ഞ് ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പോവല്ലേ? അങ്ങനെയൊന്നും മേടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല പിന്നെ എങ്ങനെയാ നീ അമ്മയുടെ കയ്യിൽ സർപ്രൈസ് മേടിച്ചെടുക്കുന്നത്? അതെ, ഞാനിപ്പോൾ വിളിച്ചതേ, നിൻ്റെ വീട്ടിൽ ഉപയോഗിക്കാത്തൊരു ടി വി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ടി വി ഉണ്ട്. അപ്പം അതെ, ആ ടി വി നമുക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്താലോ? ചന്ദ്രേ, അത് കൊടുക്കണോ ചന്ദ്രേ? കൊടുക്കണം. ആ ടി വി നീ ഏതായാലും ഉപയോഗിക്കുന്നില്ലല്ലോ ഭാമേ. അപ്പം പിന്നെ ആ ടി വി കൊടുത്താൽ എന്താ പ്രശ്നം? അമ്മയ്ക്ക് ആ ടി വി കൊടുക്കുമ്പോൾ വളരെയേറെ സന്തോഷവും. അപ്പോൾ അമ്മയുടെ കയ്യിൽ ആ സർപ്രൈസ് എനിക്ക് കിട്ടും. അതിൽ നിന്ന് നിനക്ക് പങ്ക് കുറച്ച് തരാന്നേ. ഇത് കേട്ട ഭാമയാണെങ്കിൽ സത്യമാണോ? നീ എനിക്ക് പങ്ക് തരുമോ? അല്ലെങ്കിൽ എന്നെ പറ്റിക്കോ ചന്ദ്രേ? ഞാൻ എന്തിനാ പറ്റിക്കുന്നത് ഭാമേ? ഉറപ്പായിട്ടും ആ പങ്ക് നിനക്ക് തന്നിരിക്കും. നീ ആ ടി വി ഒന്ന് കൊണ്ടുവാ. അത് കൊണ്ടുവരണോ? കൊണ്ടുവരണം. അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാന്നേ. എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരാം അല്ലേ? കൊണ്ടുവാ. ഉറപ്പായിട്ടും എനിക്ക് കിട്ടുന്ന സർപ്രൈസിൽ നിന്ന് പങ്ക് നിനക്ക് തന്നിരിക്കും ബാമേ, അതിൽ യാതൊരു സംശയമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ഫോൺ വയ്ക്കുക. ചന്ദ്ര സന്തോഷം കൊണ്ട് മാറിനൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയുടെ സർപ്രൈസ് അതെനിക്ക് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പം രേവതി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവു വിളിക്കുകയാണ്. ചേച്ചി, ഞാൻ ദേ പുറത്ത് വന്നിട്ടുണ്ട്, ചേച്ചി വാ. നീ വന്നോ? ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ദേവു ഒരു ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ്. ദേവു, ഈ ഫോണ് നീ വരില്ലേ, വൈകുന്നേരം വരില്ലേ? അന്നേരം നിനക്ക് ഞാൻ തന്നേക്കാട്ടോ. എനിക്കിതുകൊണ്ട് ചില പരിപാടികളൊക്കെ ഉണ്ട്. ശരി ചേച്ചി. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. ചേച്ചി എന്തിനാ ജ്വല്ലറി പോയി ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം വിൽക്കാനായിട്ട് നിന്നത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതി ആകെ ഒന്ന് സ്തംഭിച്ചു പോയി. ചേച്ചി, ഞാനിന്ന് പൂ വെക്കാൻ വേണ്ടി ആ ജ്വല്ലറി പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫാ എന്നോട് പറഞ്ഞത് ചേച്ചിയും സച്ചിയേട്ടനും കൂടി ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം ജ്വല്ലറി കൊണ്ടേ വിൽക്കാനായിട്ട് പോയെന്ന്. എന്തിനേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ദേവു, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ചേച്ചി അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്? എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും നീ അറിയണ്ട, അത് ചില കാര്യങ്ങളുണ്ട്. ചേച്ചി എന്നാലൊന്ന് പറഞ്ഞൂടെ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടുത്തെ കാര്യങ്ങൾ നീ എന്തിനാ തിരക്കുന്നത്? അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പം അങ്ങനെയായല്ലേ ഞങ്ങളുടെ കുടുംബമൊക്കെ? മനസ്സിലായി ചേച്ചി. എൻ്റെ ദേവു, നീ പറയുന്നൊന്ന് മനസ്സിലാക്കണം. നീ പോയിട്ട് വാ, എന്നെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കയറി പോവാണ്. അപ്പോഴേക്കും ദേവുവിന് എന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. എന്തായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്ന് ചിന്തിച്ചാണ് നമ്മുടെ ദേവു നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ഛമ്മയും അതേപോലെ തന്നെ രവിയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. അപ്പം രവി പറയാണ്, എന്താ അമ്മ ഇന്ന് തന്നെ പോകുന്നോ? പറ്റില്ല. പിറന്നാളാഘോഷം കഴിഞ്ഞാലും അമ്മ ഒരു 10 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ മതി. എന്തിനാ അമ്മ ഇത്ര ധൃതി കൂട്ടുന്നത്? ഞാൻ അമ്മയെ വിടുന്ന പ്രശ്നമില്ല. അമ്മയെ വിടില്ലെന്ന് പറഞ്ഞാൽ വിടില്ല. രവി, അങ്ങനെയല്ലല്ലോ.
വീട്ടിൽ ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട് മോനെ, അവിടെ ചെയ്തു തീർക്കാനില്ലേ. നീ ഒരു കാര്യം ചെയ്, അങ്ങോട്ട് വാ, അവിടെ വന്ന് നിനക്ക് നിൽക്കാലോ രവി. അമ്മേ, എനിക്ക് അവിടെ നിൽക്കാനുള്ള ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ആ, എനിക്ക് മനസ്സിലായി. ചന്ദ്രയെ തന്നെ ചീത്ത പറയുമല്ലേ? ചന്ദ്രയുടെ വഴക്ക് കേൾക്കാൻ നിനക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അതല്ലമ്മേ, ചന്ദ്ര വഴക്ക് പറയുന്നത് കൊണ്ടൊന്നല്ല. പക്ഷേ എന്തോ അറിയില്ല, ചന്ദ്രയുടെ അതെ ഒരു ദിവസമെങ്കിലും വാലികണ കേൾക്കാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലെന്നേ. എപ്പോഴും കേട്ട് 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 അവൾ എന്തെങ്കിലും എന്നോട് പറയണം, അല്ലെങ്കിൽ അന്ന ദിവസം എൻ്റെ ഉറക്കം പോക്കാണമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചന്ദ്ര അങ്ങനെയൊന്നും എന്നെ ഭരിപ്പിക്കുന്നില്ലെന്നേ. പിന്നെ അവളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുണുകുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെപ്പോഴും എനിക്കിങ്ങനെ കേട്ടോണ്ടിരിക്കണം, അല്ലെങ്കിലേ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായി എൻ്റെ രവിയെ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അച്ഛമ്മ. അങ്ങനെ നമ്മുടെ രേവതി വരിക. അപ്പം രേവതി വന്നിട്ട് ആഹാ, രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനം പറയുകയാണോ? അച്ഛമ്മേ, അച്ഛമ്മയുടെ ഒരു വീഡിയോ എടുക്കട്ടെ ഞാൻ. വീഡിയോ? എന്തിനിപ്പോൾ വീഡിയോ എടുക്കുന്നത്? അച്ഛമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പം പിന്നെ ഒരു വീഡിയോ ഒക്കെ എടുക്കണ്ടേ? ദേ അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയെ വീഡിയോ എടുക്കാനായിട്ട് പോകുകയാണ്. ആണോ? എങ്കിൽ പിന്നെ ഞാൻ അടിപൊളിയായിട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ സാരിയൊക്കെ നല്ല ഒതുക്കി നല്ല ഗെറ്റപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ, ഇനി എടുത്തോ രേവതി, ഞാനേ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അതെ, അച്ഛമ്മേ, അച്ഛമ്മയുടെ മകനെക്കുറിച്ച് അച്ഛമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ രവി, നീ ഇങ്ങോട്ട് വന്നേ, അടുത്ത് വന്നിരുന്നേ എന്ന് പറയുകയാണ്. അങ്ങനെ രവി വന്ന് നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അതെ, ഇത് എൻ്റെ ഒരേ മകൻ രവി. ദേ ഇവനാണ് എൻ്റെ ലോകം. നമുക്ക് ഭൂമിയിൽ ജീവിക്കാനേ ശ്വാസവും ജീവനും ഒക്കെ വേണ്ടേ? അതാണ് എൻ്റെ മകൻ. ഇവനാണ് എനിക്കെല്ലാം എല്ലാം എല്ലാം എന്നൊക്കെ നമ്മുടെ രവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും അച്ഛമ്മ അവിടെ തുറന്നു പറയുക. അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കണ്ടില്ലേ, അമ്മയുടെ മനസ്സിലെ ആ ഒരു ഇത് പുറത്തു വരുന്നത് കണ്ടില്ലേ? മകനെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ മുഴുവൻ അമ്മ പറയുന്നത് കേട്ടില്ലേ? അച്ഛമ്മേ, ഒരുപാട് സന്തോഷമായി. എൻ്റെ മകനെ വിട്ടൊരു കളിയില്ല എനിക്ക്. എൻ്റെ മകനാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ രവിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രവിയും അച്ഛമ്മയ്ക്കും ഒരു ഉമ്മ കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വരികയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ പിടിച്ചിരുത്തിയിട്ട് അതെ, ഇത് എൻ്റെ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ശ്രുതി എന്നാണ് പേര്. പെണ്ണുങ്ങളെയെല്ലാം സുന്ദരിയാക്കുന്ന ജോലിയാണ് ഇവളുടേത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അങ്ങനെ പുകഴ്ത്തി പറയുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അച്ഛമ്മ അങ്ങോട്ടൊന്ന് വരാവോ? ഒരു സർപ്രൈസ് ഉണ്ട് അച്ഛമ്മയ്ക്ക്, അതുകൊണ്ട് ഒന്ന് വരാവോ? ശ്രുതി, ഇപ്പോൾ വരാനായിട്ട് പറ്റില്ല. കണ്ടില്ലേ, രേവതി വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ? അത് കഴിയട്ടെ, അതിന് ശേഷം വരാം. അപ്പം രേവതിയാണെങ്കിൽ അച്ഛമ്മേ, ഇനി നമുക്ക് ടെറസിലോട്ട് പോകാം. തീട്ടഞ്ഞപ്പോഴേക്കും ടെറസിലോ? എന്തിനാ മോളെ ടെറസിൽ? അതൊക്കെ ഉണ്ട് അച്ഛമ്മേ. അച്ഛമ്മ ടെറസിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി വരാം. എങ്കിൽ അങ്ങനെ നമ്മുടെ അച്ഛമ്മ രേവതിയുടെ ഒപ്പം ടെറസിലേക്ക് പോവാ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ടെറസിലിപ്പോൾ എന്തിനാ പോയത്? ടെറസിൽ എന്താ വിശേഷം? കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രവി അത് പിന്നെ മോളെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരിക്കും, അല്ലാതെ ടെറസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നും പറയാ. അങ്ങനെ നമ്മുടെ അച്ഛമ്മയും കൂട്ടി ഈ രേവതി ടെറസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛമ്മ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറേ ഇഷ്ടികയെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. മോളെ, ഇതെന്താ മോളെ ഇവിടെ ഇഷ്ടിക നിരത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഇവിടെ ഒരു റൂം കെട്ടാൻ വേണ്ടിയാണ്. രവി എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ റൂം കെട്ടാൻ പോവുകയാണെന്ന് നിങ്ങൾ അല്ലേ? ദേ എങ്കിൽ പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അങ്ങോട്ട് കെട്ടിയാൽ പോരായിരുന്നില്ലേ മോളെ? അത് ശരിയാവില്ല അച്ഛമ്മേ. എന്തിനാണ് അച്ഛനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ടൊരു റൂം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അവകാശം പറഞ്ഞ് വരില്ലല്ലോ. ആരും പരാതിയും പരിഭവവും ഒന്നും പറയില്ല. അവരാണ് പൈസ മുടക്കിയെന്നൊന്നും പറയില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത് പോലെ ഞങ്ങളും മുടക്കിക്കോളാം അച്ഛമ്മേ. ഇത് കേട്ടപ്പോഴേക്കും അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് രേവതി, അല്ലെങ്കിൽ ഓരോരുത്തർ കണക്കും പറഞ്ഞുകൊണ്ട് വരും. അതെ, അച്ഛമ്മ വേണമെങ്കിൽ പൈസ തരാട്ടോ. അച്ഛമ്മ കണക്കൊന്നും പറയാനായിട്ട് പോകുന്നില്ല മോളെ. വേണ്ട അച്ഛമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അച്ഛമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ ഒരു സ്ഥലത്തേക്ക് നിർത്തി അതെ, അച്ഛമ്മയുടെ വീട് ഞാൻ എടുക്കാനായിട്ട് പോവുകയാണേ. അച്ഛമ്മയുടെ കുറേ നല്ല കാര്യങ്ങളെല്ലാം എന്നോട് പറയണം. അങ്ങനെ നമ്മുടെ അച്ഛമ്മ രേവതിയോട് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറയണം, ജീവിതാനുഭവ കാര്യങ്ങളും ഒക്കെ എല്ലാം പറയുക. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ കണ്ണെന്ന് പറയാം. രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ
പിന്നീട് കാണിക്കുന്ന നമ്മുടെ രവിയാണ്. അപ്പോൾ രവിയാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചിരിക്കുക. ആ സമയത്താണ് രേവതി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ മോളെ രേവതി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ മോളെ. എന്താച്ചാ? അതെ, എന്താ പറ്റിയത് സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താച്ചാ അങ്ങനെയെല്ലാം ചോദിച്ചത്? സച്ചിനൊന്നും പറ്റിയിടുന്നില്ല. ഇല്ല, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ഭയങ്കര മൂഡ് ഓഫ് ആണ്. അവനെ ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ എന്താ മോളെ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും രേവതിക്ക് കാര്യം അറിയാലോ. പക്ഷേ രേവതിക്ക് ഇവിടെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ പിറന്നാളാഘോഷം കുളമാകുമെന്ന് നമ്മുടെ രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരികയാണ്. എന്ത് പറ്റാനായിട്ട്? അവൻ കുടിച്ച് ലെക്ക് കേട്ട് വല്ല ബാറിലും ഉണ്ടാകും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ഒന്നും പറ്റിയൊന്നുമില്ല, അതിനോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എൻ്റെ പൊന്നച്ച, അവന് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുടിക്കും. ഇപ്പം അച്ഛമ്മയുടെ പിറന്നാളല്ലേ, അപ്പം അവന് സന്തോഷമാണ്. അതുകൊണ്ട് അവൻ കുടിച്ച് ലെക്ക് കെട്ട് നേരെ ബാറിൽ കിടക്കുന്നുണ്ടാവും. ഇപ്പോഴേക്കും രേവതി, ഇല്ല, എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ കുടിക്കില്ല, സച്ചിയേട്ടൻ ബാറിൽ പോകുകയില്ല. ആ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ കണ്ടോ, അവൻ ഇനി വരാൻ പോകുന്നത് 4 കാലായിരിക്കും. എൻ്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ രവി, മോളെ എന്താ മോളെ വിളിച്ചിട്ട് കിട്ടാത്തത്? എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ എൻ്റെ മോനെ. ഇല്ല അച്ഛാ, അച്ഛൻ ടെൻഷൻ അടിക്കാതെ. ദേ സച്ചിയേട്ടന് ഒരു പ്രശ്നവുമില്ല, ആ സമയമാകുമ്പോൾ വന്നോളും, ഓട്ടം പോയതായിരിക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് രേവതി പോവുക. അപ്പോൾ രേവതിക്കും ആണെങ്കിൽ കൂടുതൽ ടെൻഷൻ. ദൈവമേ സച്ചിയേട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്? അല്ലെങ്കിൽ അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആളാണ് സച്ചിയേട്ടൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ സച്ചിയേട്ടന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താണാവോ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ലല്ലോ. ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ഈച്ചയും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം അച്ഛമ്മയ്ക്ക് ആ സർപ്രൈസ് കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരോടും പല കാര്യങ്ങളും ചോദിക്കണം. പക്ഷെ അവർ കണ്ടില്ല, ഒന്നുമില്ല, ഒരു അറിവും കിട്ടുന്നില്ല. അങ്ങനെ സച്ചിയാണെങ്കിൽ ഈച്ചയോട്, എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യോടാ, അച്ഛമ്മയെക്കുറിച്ച് യാതൊരു അറിവും അച്ഛമ്മയുടെ കൂട്ടുകാരെക്കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യും? നമുക്ക് അന്വേഷിക്കാന്നേ സച്ചി, നീ സങ്കടപ്പെടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പുറപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്. ശ്രുതി നേരെ അച്ഛമ്മയുടെ അടുത്ത് ചെന്നിരിക്കുക. അപ്പോൾ അപ്പോഴേക്കും ഈ ശ്രീകാന്തും വർഷയൊക്കെ വരികയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ കയ്യിൽ വലിയൊരു കേക്കൊക്കെ ഉണ്ട്. അച്ഛമ്മേ, ഇതാണ് അച്ഛമ്മയ്ക്കുള്ള കേക്ക്. കേക്കോ? എന്തിനിപ്പോൾ കേക്ക് എന്തിനാണെന്നോ? അത് ഞാനിവിടെ ഒരു ബേക്കറി തുടങ്ങാൻ പോവാ, അതിനു വേണ്ടിയാ കേക്ക്. അച്ഛമ്മയുടെ പിറന്നാളല്ലേ അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കേക്കാണ്, വലിയ മധുരമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛമ്മ ഇത് കഴിച്ചേ മതിയാവുള്ളൂ. എൻ്റെ പൊന്നടാ, എന്തിനാടാ ഈ കേക്കൊക്കെ? വേണം, ഇതെൻ്റെ സന്തോഷമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുക. അപ്പോൾ ശ്രുതി വന്നിട്ട്, അച്ഛമ്മ ഇങ്ങോട്ട് വന്നിട്ടേ. എന്തിന്? അതെ അച്ഛമ്മയെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പോ? എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ട. വേണം, അച്ഛമ്മയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് ഞാൻ അച്ഛമ്മയെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാൻ പോവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, മോളെ ഈ പ്രായത്തിൽ എന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അതും ഇതും പറയുമെന്നേ. ആൾക്കാർ അതും ഇതും പറയട്ടെ, ഇന്ന് അച്ഛമ്മയ്ക്ക് ഞാൻ മേക്കപ്പ് ചെയ്തിരിക്കും. ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ടച്ചപ്പ് ചെയ്ത് തരാം അച്ഛമ്മേ, അതുകൊണ്ട് വാ. അയ്യോ, അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അച്ഛമ്മയെയും വലിച്ചടിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. അച്ഛമ്മേ വന്നിരിക്കുക അച്ഛമ്മേ. അങ്ങനെ നമ്മുടെ അച്ഛമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. എന്തിനാ മോളെ, എല്ലാ ദിവസവും നിനക്ക് ഈ ജോലി തന്നെയല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ അച്ഛമ്മ എൻ്റെ അച്ഛമ്മയ്ക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ടച്ചപ്പ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അച്ഛമ്മ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. മോളെ ശ്രുതി, നിൻ്റെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി കഷ്ടപ്പെടുകയാണല്ലേ എന്ന്. ഇത് കേട്ടതും ശ്രുതി ആകെ സ്തംഭിച്ച് നിന്നുപോയി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.